അംബേദ്കർ ജയന്തിയുടെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ ഭാരതീയ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ മുക്കമ്പലമൂട് ബിജു, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള KPMSന്റെ നെയ്യാറ്റിങ്കര താലൂക്ക് പ്രസിഡന്റ് ശ്രീ സി കുമാർ അവർകൾ, വേദിയിലുള്ള പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ശ്രീ MS ഷിബു, ശ്രീ അഡ്വക്കേറ്റ് M പ്രദീപ്, മറ്റ് ഭാരവാഹികളായിട്ടുള്ള ശ്രീ മുളയറ രതീഷ്, മഞ്ചന്തല സുരേഷ്, ഉന്നക്കാട് ബിജു, ശ്രീമതി ജയലക്ഷ്മി, ശ്രീമതി ശ്രീകല, ശ്രീമതി സരസ്വതി ടീച്ചർ, ശ്രീ കാട്ടാക്കട ഹരി, ഷൂക്കോട് ബിനു, ശ്രീമതി സുനിത, ശ്രീ പൂവച്ചൽ ജ്യോതികുമാർ, ശ്രീ അഡ്വക്കേറ്റ് സുനീഷ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ഭാരവാഹികളെ, ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ ശ്രവിക്കുന്ന മറ്റ് നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകം ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 78 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഭരണഘടന നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 75 വർഷം പൂർത്തിയാവുകയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഭരണഘടനകളിലൊന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. വിവിധ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏത് തരത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്നുള്ളത് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഭരണഘടനയാണ് ഭാരതത്തിന്റെ ഭരണഘടന. ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ വീക്ഷണവും അദ്ദേഹത്തിന്റെ വിവിധ വിഷയങ്ങളിലുള്ള ഉൾക്കാഴ്ചയും അവയെല്ലാം പ്രതിഫലിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. 1949 നവംബർ 26 ഔപചാരികമായി ഭരണഘടന അംഗീകരിക്കുന്ന ആ ഘട്ടം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള തുടർന്നുള്ള കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങളിലെ ആഗോളതലത്തിലുള്ള വിവിധ സാഹചര്യങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ, ഇന്ത്യ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നേരിടാൻ പോകുന്ന നിരവധി വെല്ലുവിളികൾ, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇത് സംബന്ധിച്ചിട്ടുള്ള വിവിധ നിലപാടുകൾ, അതോടൊപ്പം വിവിധ സാഹചര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ ഒക്കെ നടത്തിക്കൊണ്ട് ഈ ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകിയത്. വളരെ സമഗ്രമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്.
ഡോക്ടർ അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ അങ്ങേയറ്റത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അങ്ങനെയുള്ള ഒരാളായിട്ട് ജനിച്ച് ആ കാലത്തെ സാമൂഹ്യമായിട്ടുള്ള അനീതികൾ, സാമൂഹ്യമായിട്ടുള്ള ദുരാചാരങ്ങൾ, അതിൻ്റെ പേരിൽ അങ്ങേയറ്റത്തെ അവഗണന നേരിട്ടുകൊണ്ട് അതിനെയെല്ലാം തൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, കഴിവുകൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് മറികടന്ന് ഈ ലോകത്തിന്റെ മുഴുവൻ തന്നെ അംഗീകാരം പിടിച്ചുപറ്റിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്തും തുടർന്നുള്ള കാലഘട്ടങ്ങളിലുമൊക്കെ സമൂഹത്തിൽ അധകൃതർ എന്നുള്ള നിലയിൽ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിൽ ജനിച്ചു എന്നുള്ളതിന്റെ പേരിൽ അങ്ങേയറ്റത്തെ അവഗണന നേരിട്ട ഒരാളായിരുന്നു അദ്ദേഹം. നമ്മുടെ ഇന്ന് ഈ പരിപാടി നടക്കുന്ന ഇവിടെ നിന്ന് അകലെയല്ലാതെയാണ് സമാനമായിട്ടുള്ള ഒരു വ്യക്തിത്വം, സമാനമായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയുടെ ജനനമുണ്ടായത് എന്നുള്ളത് ഒരുപക്ഷെ യാദൃശ്ചികമായിരിക്കാം. അങ്ങനെയുള്ള നിരവധി മഹാത്മാക്കൾ, അങ്ങനെയുള്ള നിരവധി പോരാളികൾ, അവരുടെയൊക്കെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് എല്ലാവർക്കും അവസര സമത്വം എന്നുള്ള ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, സാമൂഹ്യ നീതി എന്നുള്ള ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെ അതെല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കഴിഞ്ഞ 75 വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിഷയം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. കഴിഞ്ഞ 75 വർഷക്കാലത്തെ ഡോക്ടർ അംബേദ്കറുടെ ഓർമ്മകളോട്, ഡോക്ടർ അംബേദ്കറുടെ ചിന്തകളോട്, ഡോക്ടർ അംബേദ്കർ വെച്ചു പുലർത്തിയിട്ടുള്ള വീക്ഷണങ്ങളോട് കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം നമ്മുടെ രാജ്യം എങ്ങനെയാണ്, എന്ത് നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്, അതിൽ അതത് കാലഘട്ടങ്ങളിൽ ഭരിച്ചിട്ടുള്ള സർക്കാരുകളുടെ നിലപാടുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടി അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞ കേരളം കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്ന ശ്രീ MGS നാരായണൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദ്യമായിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ചരിത്രത്തെ വക്രീകരിക്കുക എന്നുള്ളത്, ചരിത്രത്തെ വളച്ചൊടിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇത്രയും കാലം ഭരണത്തിലിരുന്ന ആളുകൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ആ വക്രീകരണത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഏറെ ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുള്ള, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഏറ്റവും ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാളായിരുന്നു ശ്രീ MGS. മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ വക്രീകരിച്ച, ഏറ്റവും കൂടുതൽ വളച്ചൊടിച്ചത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിന്റെ നേരായ ചരിത്രം, ആ നേരായ ചരിത്രം ജനങ്ങളിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഡോക്ടർ അംബേദ്കറുടെ ജയന്തി ആഘോഷിക്കുമ്പോൾ ആ ജയന്തി ആഘോഷം ഡോക്ടർ അംബേദ്കറോട് കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭരണാധികാരികൾ കാണിച്ചിട്ടുള്ള അനീതി എന്തായിരുന്നു എന്നുള്ളത് കൂടി പുതിയ തലമുറ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ അംബേദ്കറോട് കാണിച്ചിട്ടുള്ള അനീതി, അദ്ദേഹത്തിന്റെ നിലപാടുകളോട് കാണിച്ചിട്ടുള്ള എതിർപ്പ്, ആ എതിർപ്പ് എങ്ങനെ അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളത് ബാബാ സാഹിബിന്റെ സഹധർമ്മിണി ശ്രീമതി സബിത അംബേദ്കർ
അവരെഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. ബാബാ സാഹിബ് മൈ ലൈഫ് വിത്ത് ഡോക്ടർ BR അംബേദ്കർ എന്നുള്ള പേരിൽ സവിത അംബേദ്കർ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ വളരെ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാനത് മുഴുവൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ പറഞ്ഞു 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഔപചാരികമായിട്ട് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് 1950 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് വന്ന ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ്, ആ പൊതുതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ അംബേദ്കർ 1952 പൊതുതെരഞ്ഞെടുപ്പിൽ നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയ ആദ്യ മന്ത്രിസഭ, ആ മന്ത്രിസഭയിൽ മന്ത്രിസഭാ അംഗങ്ങളായിരുന്നു ഡോക്ടർ BR അംബേദ്കർ, അതോടൊപ്പം ശ്രീ ശ്യാംപ്രസാദ് മുഖർജി. ഇവിടെ ശ്യാംപ്രസാദ് മുഖർജിയുടെയും പടം വെച്ചിട്ടുണ്ട്. പക്ഷേ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് 1952 തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവർ രണ്ടുപേരും രാജിവെച്ചു എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും കോൺഗ്രസിന്റെ നിലപാടുകളോട് ഏത് തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നുള്ള സാഹചര്യം, ആ സാഹചര്യം മനസ്സിലാക്കാൻ നമ്മളെ അതിനുള്ളൊരവസരം നമുക്കതിലൂടെ ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 1952 ആദ്യം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിൽ, ഇന്ത്യയുടെ ഭരണഘടന സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തി, ആ വ്യക്തി 52 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായും തെരഞ്ഞെടുക്കപ്പെട്ട് വരണം എന്നുള്ളതായിരിക്കും ഈ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്ന എല്ലാവരുടെയും വിചാരം. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷെ 52 നമുക്ക് ഒരുപക്ഷെ ഇന്ന് ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. 52 ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ അംബേദ്കറെ പരാജയപ്പെടുത്താൻ അതിന് ഏറ്റവും പരിശ്രമിച്ചതും മുൻകൈയെടുത്തതും അന്നത്തെ കോൺഗ്രസ് പാർട്ടിയായിരുന്നു എന്നുള്ളത് ഇന്നൊരു പക്ഷേ അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ തോന്നാം. കാരണം ഇന്ന് അംബേദ്കറുടെ പേരിൽ ഏറ്റവും കൂടുതൽ ആണയിടുന്ന ആളുകൾ എങ്ങനെയാണ് അംബേദ്കർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഒരാളെ, അങ്ങനെ ഒരു മഹാത്മാവിന് ആദ്യം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിവിടെ സൂചിപ്പിച്ചു. ഡോക്ടർ അംബേദ്കറുടെ ഇത്രയും വലിയ സംഭാവനകൾ നൽകി സ്വാതന്ത്ര്യത്തിന്റെ ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം, 50 വർഷങ്ങൾക്ക് ശേഷം, 40 വർഷങ്ങൾക്ക് ശേഷം 1947 സ്വാതന്ത്ര്യം കിട്ടി. 43 വർഷങ്ങൾക്ക് ശേഷം 1990 രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന, ആ ഭാരതരത്ന അംബേദ്കർക്ക് സമ്മാനിക്കപ്പെടുന്നത്. കാരണം അംബേദ്കർ ഹിന്ദു സമൂഹത്തെ മാത്രം വിമർശിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പലരിൽ നിന്നും പലരും പ്രചരിപ്പിക്കുന്നത്. അംബേദ്കർ ബുദ്ധമതത്തിൽ ചേർന്നു. കാരണം അദ്ദേഹം മറ്റു മതങ്ങളിൽ ചേരാത്തതിന്റെ കാരണം തന്നെ ഈ രാജ്യത്തിന്റെ ദേശീയതയോടും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു മതം. അങ്ങനെയുള്ളൊരു മതത്തിൽ മാത്രമേ ഹിന്ദുമതത്തിന്റെ ഉച്ചനീചത്വങ്ങളിൽ പ്രതിഷേധിക്കുമ്പോഴും അതിന്റെ പേരിലുണ്ടായിട്ടുള്ള അനാചാരങ്ങളിൽ പ്രതിഷേധിച്ചപ്പോഴും അദ്ദേഹം തെരഞ്ഞെടുത്തത് ബുദ്ധമതമായിരുന്നു. അതേസമയത്ത് വിവിധ മതങ്ങളുടെ, ആ മതങ്ങളുടെയൊക്കെ ഈ തരത്തിലുള്ള നിലപാടുകളെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം, അദ്ദേഹം പറയുന്നത്, "The allegiance of a Muslim does not rest on his domicile in the country which is his, but on the faith to which he belongs." എന്ന് പറഞ്ഞാൽ
ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹം താമസിക്കുന്ന രാജ്യത്തിനോടുള്ള കൂറിനേക്കാൾ കൂടുതൽ അയാളുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തോടുള്ള കൂർ രണ്ടാമതാണ് എന്നുള്ള നിലപാട്. Islam can never allow a true Muslim to adopt India as his motherland and regard a Hindu as his kith and kin. ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് ഇന്ത്യയെ തന്റെ മാതൃരാജ്യമായിട്ട് അംഗീകരിക്കാനും ഇവിടെ ജനിച്ച മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളെ തന്റെ സഹോദരന്മാരായിട്ടും സഹോദരന്മാരായിട്ട് കണക്കാക്കാനും സാധ്യമല്ല എന്നുള്ളത് ഞാൻ വായിക്കുന്നത് ഡോക്ടർ അംബേദ്കറുടെ എഴുതിയിട്ടുള്ള വരികളാണ്. അത് നമ്മൾ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു. ഈ തരത്തിൽ അദ്ദേഹം വിവിധ മതങ്ങളെ, ആ മതങ്ങളുടെ തെറ്റാണ് എന്ന് അദ്ദേഹം കരുതിയിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം നിശിതമായിട്ട് വിമർശിച്ചു, തുറന്നു കാട്ടി. മാത്രമല്ല 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടതിന് ശേഷം കിഴക്കൻ പാകിസ്ഥാൻ, അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ, പിന്നീട് ബംഗ്ലാദേശ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള ദളിത് അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിൽ കോൺഗ്രസ് കാണിച്ച നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, ആ നിലപാടിനെ അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിന് കടുത്ത എതിർപ്പ് ആ കാര്യത്തിലുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, അന്നത്തെ ആ ഒരു നീതി നിഷേധം, ആ നീതി നിഷേധത്തെ തിരുത്താൻ വേണ്ടിയിട്ടാണ് അന്ന് വന്ന അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം നൽകിക്കൊണ്ട് അവരെ ഇന്ത്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പൗരത്വ നിയമം പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസാക്കിയത്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർലമെന്റിൽ നിന്ന്, മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷണം, ആ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തരത്തിൽ OBC കമ്മീഷൻ, അങ്ങനെ ഒരു OBC കമ്മീഷനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത നെഹ്റു സർക്കാരിന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി വെച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. വീണ്ടും ഞാൻ പറയാം, OBC കമ്മീഷൻ, പിന്നീടുള്ള കോൺഗ്രസ് സർക്കാരുകൾ OBC കമ്മീഷൻ ഉണ്ടാക്കി. പക്ഷെ OBC കമ്മീഷന് ഭരണഘടനാപരമായിട്ടുള്ള പദവി നൽകാൻ കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ വിസമ്മതിച്ചിരുന്നു. OBC കമ്മീഷന് ഭരണഘടനാപരമായിട്ടുള്ള പദവി നൽകിയത് അത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ, ഹിന്ദു കോഡ് ബില്ലിന്റെ കാര്യം, സ്ത്രീകളുടെ തുല്യ അവകാശം നൽകുന്ന തരത്തിലുള്ള ഹിന്ദു കോഡ് ബിൽ, ആ ഹിന്ദു കോഡ് ബില്ലിന്റെ കാര്യത്തിലും അംബേദ്കർ ഏറ്റവും താല്പര്യമെടുത്തിരുന്ന ഒരു നിയമനിർമ്മാണമായിരുന്നു. പക്ഷേ നെഹ്റു ഗവൺമെന്റ് അക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ അവഗണനാപരമായിട്ടുള്ള സമീപനം, ആ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. നമ്മുടെ ഭരണഘടന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഭരണഘടനയിൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എത്രയൊക്കെ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിലും പുതിയ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ സാഹചര്യങ്ങൾ, ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതിന്റെ ഫലമായിട്ട് ഇന്ത്യ സ്വീകരിക്കേണ്ട നിലപാടുകൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭരണഘടനയിൽ പുതുതായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് 100-ലധികം ഭേദഗതികൾ ഭരണഘടനയ്ക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് എല്ലാ നിയമപരമായിട്ടുള്ള മാർഗങ്ങളും അവലംബിച്ചുകൊണ്ടാണ് ആ മാറ്റങ്ങൾ വരുത്തിയത്.
ആ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ആ 100-ലധികം മാറ്റങ്ങളിൽ 75 എണ്ണം വരുത്തിയത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലഘട്ടങ്ങളിലാണ്. പക്ഷെ നമ്മൾ കോൺഗ്രസ് സർക്കാരുകളുടെ കാലഘട്ടങ്ങളിൽ ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങളും കോൺഗ്രസ് ഇതര സർക്കാരുകൾ, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടേതാണെങ്കിലും അതല്ല ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണെങ്കിലും, ഇത് രണ്ടും തമ്മിലുള്ള വളരെ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, തുല്യ അവകാശങ്ങൾ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെ കാലഘട്ടങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്തിയതെങ്കിൽ, മിക്കവാറും കോൺഗ്രസ് സർക്കാരുകളുടെ കാലഘട്ടത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കോൺഗ്രസ് ഭരണത്തിന്റെ സുരക്ഷിതത്വം, അതിന്റെ ഉറപ്പ്, അതിന് നേരിട്ടിട്ടുള്ള വെല്ലുവിളികൾ മറികടക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലുള്ള മൗലിക അവകാശങ്ങളുടെ വെട്ടി ചുരുക്കൽ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ. അങ്ങനെ ഒരർത്ഥത്തിൽ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കറോട് അന്നത്തെ ജവഹർലാൽ നെഹ്റു തൊട്ട് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരെ കാണിച്ചിട്ടുള്ള അനാദരവ്, ആ അനാദരവിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങളുടെ മുന്നിൽ വരച്ചു കാണിക്കുകയും അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും, അതാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള നിലയിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ സർക്കാർ എന്നുള്ള നിലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഭേദഗതി 1951 നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി ഉണ്ടാകുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, 1951 ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് ഇല്ല. പാർലമെന്റ് ഉണ്ടാകുന്നത് 52-ലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1949 ഭരണഘടന ഔപചാരികമായിട്ട് അംഗീകരിക്കപ്പെടുന്നു. 50 ജനുവരി മാസം ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. 51 ആദ്യത്തെ ഭേദഗതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. ആ ഭേദഗതി നെഹ്റു സർക്കാരിനെ വിമർശിച്ച ആളുകൾക്ക്, ആ നെഹ്റു സർക്കാരിന്റെ വിമർശകരായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് വന്ന കോടതികളുടെ വിധികൾ, ആ വിധികളെ മറികടക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും കോടതികളോടുള്ള ബഹുമാനത്തിനുമൊക്കെ വേണ്ടിയിട്ട് വാതോരാതെ ശബ്ദമുയർത്തുന്ന ആളുകൾ, ആ ആളുകള് ഭരണഘടന രൂപീകരിച്ച് 2 വർഷത്തിനകം പാർലമെന്റ് പോലും ഉണ്ടാകുന്നതിന് മുൻപ് എങ്ങനെ ആ ഭരണഘടനയിൽ തിരുത്തൽ വരുത്താൻ ശ്രമിച്ചു. അതായിരുന്നു ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി. ഒരു തരത്തിലുള്ള നിയമത്തിന്റെ പ്രാബല്യവുമില്ലാതെ, ഒരു തരത്തിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ വേണ്ടി പാർലമെന്റിന്റെ പോലും അംഗീകാരം തേടാതെ ഒന്നാം ഭരണഘടനാ ഭേദഗതി 1951 കോൺഗ്രസ് സർക്കാർ അന്ന് കൊണ്ടുവന്നത്, നെഹ്റു ഗവൺമെന്റ് അന്ന് കൊണ്ടുവന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്, അല്ലെങ്കിൽ സർക്കാരിന്റെ വിമർശകരായിട്ടുള്ള ആളുകളെ അവർക്ക് കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ടായിരുന്നു. മാത്രമല്ല, സ്വത്തവകാശം നിയന്ത്രിക്കാൻ, മൗലികാവകാശങ്ങൾ വെട്ടിച്ചുരുക്കാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളും കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്താണ് ഉണ്ടായത്. 25ാം ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റാൻ പാർലമെന്റിന് അവകാശമില്ല, പാർലമെന്റിന് അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു 25ാം ഭേദഗതി. അതിനുള്ള അവകാശമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേശവാനന്ദ ഭാരതി കേസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സുപ്രസിദ്ധമായിട്ടുള്ള വിധി, ആ വിധി ഉണ്ടായത്
ആ വിധി 1973 ഉണ്ടായത്. ആ വിധി സുപ്രധാനമായിട്ടുള്ള വിധിയാണ്. 1976 അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന മറ്റൊരു ഭേദഗതിയായിരുന്നു ഈ സർക്കാരിൽ അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കുകയും ഭരണഘടനാ ഭേദഗതികളെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. കോടതികൾക്ക് ഭരണഘടനാ ഭേദഗതികൾ, പാർലമെന്റ് പാസാക്കുന്ന ഭരണഘടനാ ഭേദഗതികൾ റദ്ദാക്കാൻ കോടതികൾക്ക് അവകാശമില്ല എന്ന് തീരുമാനിക്കുന്ന 42ാം ഭേദഗതി. കാരണം നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് ഏത് നിയമവും പാസാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു അന്നത്തെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം. കാരണം പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലിട്ട് എതിരായിട്ട് ശബ്ദമുയർത്തുന്നവരെ മുഴുവൻ ജയിലിലിട്ട കാലഘട്ടത്തിൽ പാസാക്കിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി, ആ ഭരണഘടനാ ഭേദഗതി കോടതിക്ക് അക്കാര്യത്തിൽ പരിഗണിക്കാൻ തന്നെ കോടതിക്ക് ഒരധികാരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ അധികാരത്തെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള 42ാം ഭേദഗതി. ആ 42ാം ഭേദഗതി നമുക്കറിയാം. 1975 പാസാക്കിയ 39ാം ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള പാർലമെന്റിന്റെ കാലാവധിയെ സംബന്ധിച്ചിട്ടുള്ള ഭേദഗതി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീ രാജ്നാരായണൻ നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഹർജി, ആ തെരഞ്ഞെടുപ്പ് ഹർജി അലഹബാദ് ഹൈക്കോടതി ഓഗസ്റ്റ് മാസം 11-ാം തീയതി വിധി പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1975 ഓഗസ്റ്റ് മാസം 11-ാം തീയതി. അതിനു മുൻപ് പാർലമെന്റ് ഓഗസ്റ്റ് 7-ാം തീയതി ലോക്സഭയിൽ ഒരു ചർച്ചയുമില്ലാതെ പാസാക്കുന്നു. ഉടൻ തന്നെ രാജ്യസഭയുടെ അംഗീകാരം കിട്ടുന്നു. 2 ദിവസത്തിനകം കോൺഗ്രസ് ഭരിക്കുന്ന നിയമസഭകൾ മുഴുവൻ ഓഗസ്റ്റ് 9-ാം തീയതി ഒരേ ദിവസം യോഗം ചേർന്ന് അത് മുഴുവൻ, ആ നിയമസഭകൾ മുഴുവൻ അംഗീകരിക്കുന്നു. 10-ാം തീയതി രാഷ്ട്രപതി ആ ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പുവെക്കുന്നു. എന്ന് പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഒരു രാജ്യത്തെ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കുക. കാരണം ഭരണഘടനാ ഭേദഗതി വരണമെങ്കിൽ ആ ഭേദഗതി സഭയിൽ ഹാജരായിട്ടുള്ള ആളുകളുടെ 2/3 പേരുടെ പിന്തുണ കിട്ടണം. രാജ്യത്തെ പകുതിയിലധികം നിയമസഭകൾ അത് അംഗീകരിക്കണം. രാഷ്ട്രപതി ഒപ്പുവെക്കണം. അപ്പോഴേ ഭരണഘടനാ ഭേദഗതി നിയമമാവുകയുള്ളൂ. അങ്ങനെയുള്ള ഇത്രയും ഭരണഘടനാ നിർമ്മാതാക്കൾ ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയത് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അതൊരു ദീർഘമായിട്ടുള്ള കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഇത് കടന്നു പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ 4 ദിവസം കൊണ്ട് ഇത് മുഴുവൻ പൂർത്തിയാക്കിയിട്ട് 11-ാം തീയതിക്ക് മുൻപ് നിയമം, അതായത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാകാൻ സാധ്യതയുള്ള സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് നിയമത്തിൽ പിൽക്കാല പ്രാബല്യത്തോടുകൂടി നിയമത്തിൽ ഭേദഗതി വരുത്തുക, അങ്ങനെയുള്ള ഒരു നിയമം പാസാക്കിയതുൾപ്പെടെ നമുക്കെല്ലാവർക്കും അറിയാം. അതേസമയം നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ കാലത്തും അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്തും പാസാക്കിയിട്ടുള്ള ഭേദഗതികൾ, വാജ്പേയി സർക്കാരിന്റെ കാലത്ത് 14 ഭേദഗതികളും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തുള്ള 8 ഭേദഗതികളും, അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള നിരവധി ഭേദഗതികൾ, ഒന്ന് ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കൽ, 2 വനിതാ സംവരണം, നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം നൽകാനുള്ള തീരുമാനം, സാമൂഹ്യമായിട്ട് മുന്നോക്കം നിൽക്കുന്ന എന്നാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ സാമുദായികമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണം വന്നത്.
സംവരണത്തിന്റെ അടിസ്ഥാനം തന്നെ അതാണ്, സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ. ഭരണഘടനാ നിർമ്മാതാക്കൾ അക്കാര്യത്തിൽ വളരെ വ്യക്തമായിരുന്നു. ഹിന്ദു സമൂഹത്തിലാണ് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ ഉള്ളത്, ഹിന്ദു സമുദായത്തിലാണ് തൊട്ടുകൂടാത്തവരായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള പട്ടിക, ആ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഇപ്പോ 100 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള പട്ടിക, ആ പട്ടിക തൊട്ടുകൂടാത്തവരായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ കണക്കാക്കിയിരുന്ന സമുദായങ്ങൾ, ആ സമുദായങ്ങളെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രസിദ്ധീകരിച്ച ഷെഡ്യൂൾ, അതിനെയാണ് പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം എന്നുള്ള പേരുകൊണ്ട് വിവക്ഷിക്കുന്നത്. ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സമുദായങ്ങൾ, ആ പട്ടികയിൽ ഉൾപ്പെടുന്നതിന്റെ കാരണം എന്താ? അന്നത്തെ സമൂഹത്തിൽ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വത്തിന്റെ പേരിൽ ചില ആളുകൾ മറ്റു ചില ആളുകളെ തൊട്ടുകൂടാത്തവരായിട്ട് കണക്കാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു, അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള തീരുമാനമായിരുന്നു, അത് സാഹചര്യമായിരുന്നു. പക്ഷേ ആ തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനം ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വം പോലുമല്ല, തൊട്ടുകൂടായ്മയായിരുന്നു അടിസ്ഥാന കാരണം. തീണ്ടിക്കൂടാത്തവരും തൊട്ടുകൂടാത്തവരുമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന സമുദായങ്ങൾ, ആ സമുദായങ്ങൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ അകറ്റപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല, ആരോഗ്യ സൗകര്യങ്ങളില്ല, ജീവിക്കാൻ പോലുമുള്ള സാഹചര്യമില്ല, മാനമായിട്ട് മര്യാദയോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യമില്ല. നമ്മുടെ ഈ തിരുവിതാംകൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ആ തീരുമാനത്തിനെതിരായിട്ടാണ് കല്ലുമാല സമരം നടന്നത്. ആ തീരുമാനത്തിനെതിരായിട്ടാണ് മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് പ്രതിഷേധിച്ചത്. പൊതു റോഡുകളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ആരാധനാ സ്വാതന്ത്ര്യം ഒക്കെ അങ്ങേയറ്റത്തെ കാര്യം. പൊതു റോഡുകളിൽ പോലും സ്വാതന്ത്ര്യമില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനമില്ല. ഇതെല്ലാം ഈ തരത്തിലുള്ള നിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനപ്പുറത്തതായിരുന്നു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും. ഇത്തിരി അടി അകലത്തിൽ നിൽക്കണം. ആ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പട്ടിക, ആ പട്ടികയാണ് ഇന്ത്യയിൽ ഏതൊക്കെ ജനവിഭാഗങ്ങൾ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിന്റെ അടിസ്ഥാനമായിട്ട് അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ കോടതികൾ ഉൾപ്പെടെ അംഗീകരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാനുള്ള തീരുമാനങ്ങൾ വന്നു. ആ തീരുമാനങ്ങളൊക്കെ കോടതികൾ റദ്ദാക്കാനുള്ള കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരാൾ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ആളെ തീണ്ടിക്കൂടാത്തവനായിട്ട് കണക്കാക്കിയിട്ടില്ല, തൊട്ടുകൂടാത്തവനായിട്ട് കണക്കാക്കിയിട്ടില്ല. മാത്രമല്ല, നമ്മുടെ ഈ തിരുവിതാംകൂറിൽ ആ കാലത്ത് മതപരിവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ഈ തൊട്ടുകൂടായ്മയിൽ നിന്നടക്കം അയാൾക്ക് രക്ഷപ്പെടാം എന്നുള്ള ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. മതം മാറാൻ പലരെയും പ്രേരിപ്പിച്ചത് ഈ അങ്ങേയറ്റത്തെ തൊട്ടുകൂടായ്മയും ജാതി വിവേചനമായിരുന്നു. ആ തൊട്ടുകൂടായ്മയിൽ നിന്ന് മറികടക്കാൻ വേണ്ടി പലരും മതം മാറി. അപ്പൊ മതം മാറിയാൽ വിവേചനം ഉണ്ടാകില്ല, മതം മാറിയാൽ തൊട്ടുകൂടായ്മയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള സാഹചര്യത്തിൽ മതം മാറിയതിനു ശേഷം, അതിനുശേഷം ഞങ്ങളും സംവരണത്തിന് അർഹരാണ്, ഞങ്ങളും സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള സംവരണത്തിന്റെ ഒരംശം അവർക്ക് നൽകുന്നതിനോട് ഭാരതീയ ജനതാ പാർട്ടി സമ്പൂർണമായിട്ടും വിയോജിച്ചു. അതുകൊണ്ടാണ് രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ആ രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത് സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മാറിയിട്ടില്ല, മതം മാറിയത് കൊണ്ട് മാത്രം സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മാറിയിട്ടില്ല, അതുകൊണ്ട് അവർക്ക് സംവരണത്തിനുള്ള ആനുകൂല്യം കൊടുക്കണം. ഭാരതീയ ജനതാ പാർട്ടി പിന്നീട് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സംവരണത്തെ അട്ടിമറിക്കാൻ, പട്ടികജാതി വിഭാഗങ്ങൾക്ക് അർഹമായിട്ടുള്ള സംവരണത്തെ അതിനെ വീതം വെച്ച് അതിനെ വെട്ടിക്കുറക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിനെതിരായിട്ട് ദേശീയ തലത്തിൽ ഒരു സംവരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള സമിതി ഉണ്ടാക്കി. അതിന്റെ പേരിൽ
രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടന്നു. കോടതികളിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം രംഗനാഥ മിശ്ര കമ്മീഷനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും പഠനം നടത്താൻ, ശരിയാണ്, മതം മാറിയതുകൊണ്ട് മാത്രം ചില ആളുകൾ, ചില വിഭാഗങ്ങളുടെ സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ അംഗീകരിച്ചുകൊണ്ട്, എന്നാൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള സംവരണത്തെ ഒരു കാരണവശാലും അത് ഈ മതം മാറിയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ട് പട്ടികജാതി വിഭാഗങ്ങളുടെ ആനുകൂല്യം വെട്ടിക്കുറക്കാൻ പാടില്ല എന്നുള്ള സമീപനം, ആ സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ എടുത്തത്. അഥവാ സാമൂഹ്യമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മതം മാറിയ ആളുകൾക്ക് സംവരണം ആവശ്യമാണെങ്കിൽ അതിന് പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാകണം. ഈ സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മതസംവരണം എന്നുള്ളത്, ആ സംവരണം ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു വന്നതാണ്. അതേസമയത്ത് ഒരു കാലത്ത് സാമൂഹ്യമായിട്ട് ഉയർന്ന നിലയിലുണ്ടായിരുന്ന ആളുകൾ ഇന്ന് സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് പലപ്പോഴും നീതി ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്ന് ഒരു വസ്തുതയാണ്. അവർക്ക് വേണ്ടിയാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, സാമ്പത്തികമായിട്ട് ദുർബല വിഭാഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ചില ആനുകൂല്യങ്ങൾ നൽകാൻ, അതിനു വേണ്ടിയിട്ടുള്ള സംവരണം ഉൾപ്പെടെയുള്ള സംവരണം എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല, പക്ഷെ ആനുകൂല്യങ്ങൾ നൽകാൻ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. അതേപോലെ GST, നമ്മുടെ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഷാബാനു കേസിലെ നമുക്കറിയാം, ഷാബാനു കേസിലെ കോടതിയുടെ വിധി മറികടക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുകയായിരുന്നു കോൺഗ്രസ് സർക്കാർ. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽ, മതത്തിൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ആ സ്ത്രീകൾക്ക് അവർക്കെതിരായിട്ടുണ്ടായ അനീതി, ആ അനീതി തിരുത്താൻ വേണ്ടിയിട്ടാണ് മുത്തലാഖ് നിരോധനം നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭേദഗതി കൊണ്ടുവന്നത്. പൗരത്വ ഭേദഗതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു സാഹചര്യം മാത്രമല്ല, ഡോക്ടർ അംബേദ്കറുടെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഡൽഹിയിൽ സംസ്കരിക്കണം, രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സംസ്കരിക്കണം എന്ന് ആഗ്രഹിച്ച ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും ഡൽഹിയിൽ സംസ്കരിക്കരുത്, കാരണം അദ്ദേഹത്തിന് ഒരു സ്മാരകം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഉയർന്നു വരരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം മുംബൈയിലേക്ക് വിമാനത്തിൽ അയക്കുകയും ആ വിമാനക്കൂലി അടക്കം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഈടാക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകുകയും ബില്ല് നൽകുകയും ചെയ്ത ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് അംബേദ്കറോട് കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ പെരുമാറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അംബേദ്കർ ജീവിച്ച വസതി, ആ വസതി ചരിത്ര സ്മാരകമാക്കിയത് 2018 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ആൾ, അങ്ങനെയുള്ള ഒരാളുടെ ചിത്രം നിങ്ങൾ പാർലമെന്റില് അകത്ത് ഗാലറിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. പഴയ പാർലമെന്റില് പ്രധാനമന്ത്രിമാരും അതുപോലെയുള്ള മഹാത്മാക്കളായിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിലും അതുപോലെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയുടെ മഹാത്മാനായിട്ടുള്ള ആൾക്കാരുടെ പലരുടെയും പടങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ അംബേദ്കറുടെ പടം വെക്കാൻ വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ 40 കൊല്ലം കാത്തുക്കേണ്ടി വന്നു. 1990 ഡോക്ടർ അംബേദ്കറുടെ പടം പാർലമെന്റിനകത്ത് അദ്ദേഹം വിഭാവനം ചെയ്ത ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ പാർലമെന്റ്, ആ പാർലമെന്റിൽ പോലും ഡോക്ടർ അംബേദ്കറുടെ പടം വെക്കുന്നത് 1990.
അംബേദ്കറുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സ്ഥലങ്ങൾ, അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുംബൈയിലെ ചൈത്യഭൂമി, അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷാഭൂമി, അദ്ദേഹം ലണ്ടനിൽ താമസിച്ചിരുന്ന വസതി, അത് വിലക്ക് വാങ്ങി അങ്ങനെയുള്ള 5 കേന്ദ്രങ്ങൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിട്ടുള്ള മഹുവിലെ സ്മാരകം, അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, ഈ കേന്ദ്രങ്ങളെല്ലാം സ്മാരകങ്ങളാക്കിക്കൊണ്ട് ഈ 5 കേന്ദ്രങ്ങളെയും പവിത്ര സ്മാരകങ്ങളായിട്ട്, സ്ഥലങ്ങളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചതീർത്ഥങ്ങൾ എന്നുള്ള പേരിൽ പ്രഖ്യാപിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഞാൻ ഈ പറഞ്ഞ നവംബർ 26-ാം തീയതി അംബേദ്കറോടുള്ള സ്മരണ, ആ സ്മരണ ഓരോ വർഷവും പുതുക്കാൻ നമ്മൾ ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനമായിട്ടുള്ള ഏപ്രിൽ 14 അദ്ദേഹത്തിന്റെ മരണ ദിവസമായിട്ടുള്ള ഡിസംബർ 6 ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ആചരിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജനനവും മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്, ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന അംഗീകരിച്ച ദിവസമായിട്ടുള്ള നവംബർ 26, ആ നവംബർ 26 ഇന്ത്യക്ക് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും, റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. പക്ഷെ ഭരണഘടന നമ്മൾ എത്ര പേർക്ക് നവംബർ 26-ാം തീയതിയാണ് ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചത് എന്ന് അറിയാമായിരുന്നു? എനിക്കറിയാം ഈ ഇരിക്കുന്നതിൽ 90% ആളുകളും അത് അറിഞ്ഞിട്ടുണ്ടാവുക നവംബർ 26 നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ്. അതാണല്ലോ ഡോക്ടർ അംബേദ്കറുടെ ഏറ്റവും വലിയ സംഭാവന. ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയും വൈവിധ്യങ്ങളുള്ള രാജ്യം, ഇത്രയും ജനസംഖ്യയുള്ള രാജ്യം, ആ രാജ്യത്തിന്റെ ഭരണം നിലനിർത്തിപ്പോകുന്ന തരത്തിൽ, കാരണം ആ രാജ്യത്തിന്റെ ഭരണം നിലനിർത്തിപ്പോകുന്ന തരത്തിലുള്ള ഭരണഘടന, ആ ഭരണഘടന ഒരു ബാഹ്യമായിട്ടുള്ള ചട്ടക്കൂടാണ്. ആ ഭരണഘടനക്കകത്ത് ഭരണഘടന ഉൾക്കൊള്ളിട്ടിട്ടുള്ളത് ഇന്ത്യയുടെ ഏകത്വം എന്നുള്ള വികാരമാണ്. വൈവിധ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പല ഭാഷ സംസാരിക്കുന്നവർ, പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നവർ, പലതരത്തിലുള്ള വേഷവിധാനങ്ങളുള്ള ആൾക്കാർ, പലതരത്തിലുള്ള കാലാവസ്ഥയുള്ള, ഏറ്റവും മഴ ഉള്ള ജൂൺ മാസത്തിൽ നമുക്ക് ഇവിടെ കോരിച്ചൊരിയുന്ന മഴയാണ് ജൂൺ ജൂലൈയിൽ ഡൽഹി പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചുട്ടുപൊള്ളുന്ന ചൂടാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ള വൈവിധ്യങ്ങൾ കാലാവസ്ഥയിൽ ഉൾപ്പെടെ ഉണ്ടെങ്കിലും ഈ രാജ്യം ഒന്നായിട്ട് നിലനിൽക്കുന്നു. ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലെയും ആളുകൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ 140 കോടി ജനങ്ങളെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത ഭാഷകൾ. ഈ കാസർഗോഡ് പോകുമ്പോൾ കാസർഗോഡുകാർ പറയുന്നത് സപ്തഭാഷ സങ്കരഭൂമി എന്നാണ്. കാരണം 7 ഭാഷകൾ അവിടെ സംസാരിക്കുന്നുണ്ട് കാസർഗോഡ്. മലയാളവും കന്നഡവും മാത്രമല്ല, തുളുങ്കും കൊങ്കണിയും കന്നഡയും ഉൾപ്പെടെയുള്ള 7 ഭാഷകൾ. അങ്ങനെയുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 100-400 ഭാഷകളാണ് നമ്മുടെ രാജ്യത്ത് സംസാരിക്കുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ളത് കൊണ്ട് എനിക്കറിയാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനത്ത് പോകുമ്പോഴും ഒരു സംസ്ഥാനം മുഴുവൻ ഒരു ഭാഷയല്ല, വ്യത്യസ്ത ഗോത്രവർഗങ്ങൾ. ആ ഗോത്രവർഗങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്ന ഭാഷ വേറെയാണ്. അവർ ഒരു ഗോത്രവർഗത്തിൽപ്പെടുന്ന ആളുകൾ സംസാരിക്കുന്നത് അതേ സംസ്ഥാനത്തെ മറ്റേ ഗോത്രവർഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയാണ്. അങ്ങനെയുള്ള ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഇന്ത്യ ഒന്നാണ് എന്നുള്ള വികാരമുണ്ട്. അത് ചരിത്രാതീത കാലം മുതൽ നിലനിൽക്കുന്നതാണ്. പക്ഷെ അത് ആധുനിക കാലഘട്ടത്തിൽ അതിനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ചട്ടക്കൂട്, ആ ചട്ടക്കൂടാണ് ഭരണഘടന. ആധുനിക കാലഘട്ടത്തിൽ അതും ആവശ്യമാണ്. അതൊരു വൈകാരിക തലത്തിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. വൈകാരിക തലത്തിൽ നിൽക്കുന്നതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോടതികൾക്ക് വിവക്ഷിക്കാൻ കഴിയുന്ന, കോടതികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിൽ ഭരണഘടനയ്ക്ക് ഔപചാരികമായിട്ടുള്ള രൂപം, ആ ഔപചാരികമായിട്ടുള്ള ചട്ടക്കൂട്, ആ ചട്ടക്കൂട് നൽകിയത് ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർ അംബേദ്കറുടെ ഏറ്റവും വലിയ സംഭാവന, ആ സംഭാവനയായിട്ട് നൽകിയിട്ടുള്ള ദിവസമായിട്ടുള്ള നവംബർ 26,
ആ 26 ആചരിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ പാർലമെന്റ് ഒരു സംയുക്ത സമ്മേളനം നടത്തിക്കൊണ്ട്, അന്ന് മന്ത്രിയായിരുന്നത് കൊണ്ട് പാർലമെന്ററി കാര്യ വകുപ്പിന്റെ കൂടി ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്നുകൊണ്ട് ആദ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിന് തുടക്കമിട്ടപ്പോൾ അന്ന് സന്നിഹിതനാകാനുള്ള അവസരം എനിക്കുണ്ടായി എന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ ഇന്ന് ഈ ഭരണഘടനയുടെ പോക്കറ്റ് പതിപ്പും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവർ ഭരണഘടനയോട് എന്താണ് കാണിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ, ഭരണഘടനാ ശില്പിയോട് എന്താണ് കാണിച്ചത് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം, ആ ചരിത്ര യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ജില്ലാ ഘടകത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.